ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനത്തിനായി ചെവിയോർത്തിരിക്കുന്ന ഓരോ ദൈവമക്കളോടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനായി സമയം കണ്ടെത്തുവാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വേർപാടും വിശുദ്ധിയും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്പമായി ദൈവമക്കൾ ചിന്തിക്കേണ്ടതാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്. അങ്ങനെ വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ വേർപാട് പാലിക്കുകയും ജീവിത വിശുദ്ധി കണ്ടെത്തുകയും ചെയ്യുവാൻ മറന്നുപോകരുത്. അവിടെയാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവം വിശുദ്ധനും അവൻ്റെ നാമം വിശുദ്ധവും ആകയാൽ ദൈവമക്കളും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായി ജീവിക്കണം, വിശുദ്ധരായി കഴിയണം എന്ന ദൈവത്തിന് നിർബന്ധമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ്. വിശുദ്ധിയെ കൂടാതെ ആരും ദൈവരാജ്യത്തെ പ്രസാദിപ്പിക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ള സത്യം ഈ രാത്രികാലം ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലേവ്യ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ 11:14, അതിൻ്റെ തന്നെ 19:2, 20:26, 21:8, സങ്കീർത്തനം 111:10 ഇതെല്ലാം വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നത്, നിങ്ങളെ വിളിച്ചത് ദൈവത്തിനൊത്തവണ്ണം അനുസരണവും വിശുദ്ധിയുമുള്ള ദൈവമക്കളായി നടപ്പീൻ എന്നവിടെ പറഞ്ഞ് ചേർത്ത് വച്ചിരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമേറിയ ദൈവമക്കളെ, നമുക്ക് ഇന്നത്തെ ആലോചനയ്ക്കായി ജീവിതത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിൻ്റെ രക്തത്താൽ വേർതിരിക്കപ്പെട്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ആലോചനയ്ക്ക് വേണ്ടി ഒരു ദൈവ പൈതൽ വിശുദ്ധീകരിക്കപ്പെട്ടാൽ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ, കർത്താവിൻ്റെ രക്തത്താൽ ഒരു ദൈവ പൈതൽ വേർതിരിക്കപ്പെട്ടാൽ അവന് ലഭിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച്, അവന് ലഭിക്കുന്നതായിരിക്കുന്ന അവകാശത്തെക്കുറിച്ച്, അവന് ലഭിക്കുന്നതായിരിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ച്, അവനായിത്തീരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തുന്നു. ഒന്നാമത്, വിശുദ്ധീകരണത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. ഒരു ദൈവ പൈതൽ വിശുദ്ധീകരിക്കപ്പെട്ടാൽ, ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ടാൽ, ഒരു ദൈവ പൈതൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചാൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവന് ലഭിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചുരുക്കമായ 3-4 കാര്യങ്ങൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടതാണ്. ഒന്നാമതായി നാം കാണുന്നത് എബ്രായ ലേഖനം 10:14 വിശദീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രത്യേകത, ഒന്നാമത്തെ ലാഭം. എബ്രായ ലേഖനം 10:14 ഇങ്ങനെ കാണുന്നു, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ പ്രത്യേകത സമ്പൂർണമാണ്, ഒരു പൂർത്തീകരണമാണ് ജീവിതത്തിൽ വിശുദ്ധി കൊണ്ട് ലഭിക്കുന്നത്. എല്ലാം പൂർത്തീകരിക്കപ്പെടുക, എല്ലാം തികയുന്ന ഒരവസ്ഥ, സന്തോഷത്തിൻ്റെ പൂർത്തീകരണം, സമാധാനത്തിൻ്റെ പൂർത്തീകരണം, സ്വസ്ഥതയുടെ പൂർത്തീകരണം. ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെ തിരിഞ്ഞു നിൽക്കുമ്പോഴും എവരി നുക്ക് കോർണർ, എല്ലാ മുക്കിലും മൂലയിലും, കൊടുക്കൽ വാങ്ങലിലും, കുടുംബ ജീവിതത്തിലും, മക്കളെ വളർത്തുന്നതിലും, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലും എന്നു വേണ്ട ഒരു മനുഷ്യൻ്റെ സകല ജീവിത രംഗത്തും അവൻ സമാധാന, സംതൃപ്തി, പൂർണ്ണത കൈവരിച്ചവനായിരിക്കണം. യേശുക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിയുമ്പോൾ, വിശുദ്ധി ലഭിക്കുന്ന ദൈവമക്കൾക്ക്, യേശുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സമ്പൂർണ്ണരായിരിക്കും. അവർക്ക് കുറവുകളില്ല, പരാതിയില്ല, പരിഭവമില്ല, പ്രാക്കില്ല, ശാപമില്ല, ഇല്ലായ്മയില്ല, മുഖം വാടുകയില്ല, സന്തോഷമാണ്. ഒന്നാമതായി
നമുക്ക് കർത്താവിൻ്റെ രക്തത്താൽ പൂർത്തീകരണം പ്രാപിക്കാം. നമുക്ക് തികഞ്ഞ ദൈവമക്കളായി തീരാം. തികഞ്ഞ സന്തോഷമുള്ളവരാകാം. സന്തോഷമല്ല, തികഞ്ഞ സന്തോഷം. സമാധാനമല്ല, ലോകം തരാത്ത, ശോകം കലരാത്ത കർത്താവ് തന്ന സമാധാനത്തിനായി നമുക്ക് കഴിച്ചുകൂട്ടാം. അതുകൊണ്ടാണ് ഭാര്യ വീട്ടിൻ്റെ ഉള്ളിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈ പോലെയും ഇരിക്കുമെന്ന് ഒരു കുടുംബത്തെക്കുറിച്ച് പറയാൻ കാരണമാണ് തികഞ്ഞ മുന്തിരിവള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മുന്തിരിങ്ങയാണ്. മുന്തിരിങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വീഞ്ഞാണ്. വീഞ്ഞിൻ്റെ അർത്ഥം സന്തോഷമെന്നാണ്. തികഞ്ഞ സന്തോഷമാണ് കുടുംബത്തിൽ, തികഞ്ഞ സന്തോഷമാണ് കുടുംബിനിക്ക്, തികഞ്ഞ സന്തോഷമാണ് വീട്ടമ്മയ്ക്ക്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞ സമ്പൂർണ്ണതയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞ സമാധാനമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞ ആനന്ദമുണ്ടോ? അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാല, പിന്നെ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട, ദുഃഖത്തിനു പകരം ആനന്ദ തൈലം. ഇതാണ് തികവ്. യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ, ക്രിസ്തു നമ്മുടെ ദുഃഖങ്ങൾ, ക്രിസ്തു നമ്മുടെ വെണ്ണീറ്, ക്രിസ്തു നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ അസ്വസ്ഥതകൾ ഇതെല്ലാം എടുത്തേച്ചും വെച്ച് നമുക്ക് പരിപൂർണമായ ആനന്ദം, പരിപൂർണമായ സ്തുതി, പരിപൂർണമായ അലങ്കാരമാല തന്ന് നമ്മെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി വേദപുസ്തകത്തിൽ കൂടെ പറയട്ടെ, വിശുദ്ധീകരണത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത പെർഫെക്റ്റ്നെസ്, പൂർത്തീകരണമായിരിക്കും. എല്ലാം പൂർത്തീകരിക്കപ്പെടുക, എല്ലാം സമാധാനപ്പെടുക, എല്ലാം കൊണ്ടും സന്തോഷിക്കുക, എല്ലാം തികഞ്ഞ സന്മനസ്സോടെ, പക്വതയോടെ, സംവിനയത്തോടെ ഒക്കെ കാണാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ എന്ന പദവി നമുക്ക് ലഭിക്കുമെന്നാണ്. ഒന്നാമതായി നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിശദീകരിക്കപ്പെട്ടാൽ നമുക്ക് തികവുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, പരിപൂർണതയുണ്ടാകുന്നു. രണ്ടാമതായി യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരെന്ന പദവി നമുക്ക് ലഭിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അത് എബ്രായ ലേഖനം 2-ാം അധ്യായം 11-12 വായിക്കുമ്പോൾ ആ വാക്യങ്ങളൊക്കെ കാണാം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും എല്ലാം ഒരുവനാണ് പിതാവ്. നമ്മുടെ കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു, നാമോ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ കർത്താവിൻ്റെയും നമ്മുടെയും പിതാവ് ഒന്നാണെങ്കിൽ കർത്താവും ഞാനും സഹോദരനാണ്, കർത്താവും നിങ്ങളും സഹോദരന്മാരാണ്. അതാണ് വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ സൂക്ഷിക്കേണ്ടതാണ്. വി ആർ ദ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി ആർ ഇൻ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമ്മൾ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. അതാണ് പറഞ്ഞത്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. എബ്രായ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സഹോദരന്മാരായിട്ട് എണ്ണുകയാണ്. പിതാവേ, ഇവരെ ഞാൻ സഹോദരന്മാരായിട്ട് വിളിക്കുകയാണ്. ഈ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, യേശു ക്രിസ്തുവിൽ സഹോദരനാകാനുള്ള പദവിയാണ് വിശുദ്ധീകരിക്കപ്പെട്ട, ശുദ്ധമാക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭിക്കുന്നത്. കർത്താവിൻ്റെ സഹോദരനാവാൻ കഴിയണം. അപ്പോൾ ദൈവത്തിൻ്റെ സഹോദരനാവുക, ദൈവത്തിൻ്റെ കുടുംബത്തിൽപ്പെടുക, അതെന്തൊരു പദവിയാണ് പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും വലിയ വലിയ പദവിയിൽപ്പെട്ട ആളാണെന്നൊക്കെ പറയുമ്പോൾ ലോകപ്രകാരം തന്നെ നമുക്കൊരു ബഹുമാനമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പിൻ്റെയോ ഏതെങ്കിലും അച്ഛൻ്റെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നിശ്ചയമായും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന് പറയുമ്പോൾ എത്ര വലുതായിരിക്കും, എത്ര വലിയ സന്തോഷമായിരിക്കും. ഒരു കൊച്ചു ചെറുക്കൻ ഒരിക്കൽ ഇങ്ങോട്ട് വന്നിട്ട് അവൻ അസാധ്യമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കേട്ടിരുന്ന മനുഷ്യർ പറഞ്ഞു, നിനക്ക് എങ്ങനെ സാധിക്കും? നീ ഒരു കുഞ്ഞല്ലേ, നീ വളരെ ചെറുതല്ലേ, നിനക്ക് ഈ കാര്യം സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഐ ആം നത്തിങ്
ബട്ട് മൈ ഫാദർ ഈസ് ഗോഡ്. ഞാൻ ആരുമായിരിക്കില്ല, പക്ഷേ എൻ്റെ അപ്പൻ ദൈവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓർക്കുക, നമ്മുടെ അപ്പന് സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സഹോദരന്മാരായി ഗണിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി ഗണിക്കപ്പെടാൻ പോവുക. മിക്കവാറും സഹോദരന്മാർക്ക് ഒരേ സ്വഭാവമാണ്. ഒരു പരിധിവരെ, എല്ലാം അങ്ങനെ ആകണമെന്നില്ല, എങ്കിലും മിക്കവാറും വീടുകളിൽ ജ്യേഷ്ഠാന്മാർക്കൊക്കെ നമ്മൾ പറയാറുണ്ട്, അവന്മാരെല്ലാം അങ്ങനെയാണ്, അവരെല്ലാം ഇങ്ങനെയാണ്, ആ കുടുംബക്കാരങ്ങനെയാണ് എന്നൊക്കെ പലരെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുടുംബത്തിൽ നമ്മൾ പെട്ടുകഴിയുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്വഭാവം വരും, ക്രൈസ്തവ ദർശനം ഉണ്ടാകും, ദൈവിക സമാധാനം ഉണ്ടാകും, ദൈവിക സാന്നിധ്യം ഉണ്ടാകും. യേശുക്രിസ്തു ചെല്ലുന്നിടത്തുള്ള അനുഗ്രഹം എന്തോ അതൊരു ദൈവവൈതാൽ ചെന്നാലും ഉണ്ടാകണം. പരിശുദ്ധ അമ്മ കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞത് അമ്മയുടെ മിടുക്കുകൊണ്ടല്ല, അമ്മയുടെ മകനാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രസംഗിക്കുമ്പോൾ, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ സാമർഥ്യം കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ ഒന്നും നടക്കില്ല. മറിച്ച് ക്രിസ്തു നമ്മുടെ സഹോദരനാണ്, യേശു നമ്മുടെ രക്ഷിതാവാണ്, അവൻ നമ്മുടെ കൂട്ടായ്മയിലുള്ളതാണ്, ഞാൻ അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ആ ഒരു അനുഗ്രഹം യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഏത് പ്രതിസന്ധിയിലും ജ്യേഷ്ഠനോട് പറയാം, അനുജനോട് പറയാം. ഒരു മനുഷ്യന് പ്രതിസന്ധി വരുമ്പോൾ സ്വന്തം ജ്യേഷ്ഠനും അനുജനും നോക്കി നിൽക്കില്ല. കാരണം എന്തൊക്കെയായാലും നോക്കി നിൽക്കില്ല. എൻ്റെ സഹോദരനാണ് ആ വീണത്, അവനോടെ കിടക്കട്ടെ, അവൻ വീഴട്ടെ എന്നല്ല. നിശ്ചയമായും ശത്രുവായിരിക്കുന്ന സഹോദരൻ പോലും ആ സമയത്തെല്ലാം മറന്നിട്ട് അവൻ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ഒരിക്കലും നമുക്ക് ശത്രുവല്ല. യേശുക്രിസ്തു സ്നേഹനിധിയായ നമ്മുടെ സഹോദരനാണ്. അവൻ നമ്മുടെ വീഴ്ചയിൽ നമ്മെ താങ്ങിയെടുക്കും. നമ്മുടെ ക്യാൻസറിൽ അവൻ നമുക്ക് കൂടെ ഉണ്ടാകും. നമ്മുടെ രോഗങ്ങളിലൊക്കെ അവൻ അത് ഒപ്പിയെടുക്കും. നമ്മുടെ സാമ്പത്തികമായ നമ്മുടെ പ്രതിസന്ധി എല്ലാം മാറ്റിയെടുക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഇത് വിശ്വസിക്കാൻ കഴിയണം. പലപ്പോഴും നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാം വിചാരിക്കുന്നത് നമുക്ക് മാത്രമേ ഈ കഷ്ടപ്പാടുള്ളൂ, നമുക്ക് മാത്രമേ ഈ പ്രയാസമുള്ളൂ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പലരും പറയാറുണ്ട്, എൻ്റെ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അവർക്ക് കമ്പനിയുണ്ട്, ഇവർക്ക് കൂട്ടുണ്ട്, എൻ്റെ പിള്ള ഒറ്റയ്ക്കാണ്, എൻ്റെ കൊച്ചൊറ്റയ്ക്ക. അങ്ങനെയല്ല, നിൻ്റെ കൊച്ചിൻ്റെ കൂടെ ക്രിസ്തു ഉണ്ട്. അവരുടെ കൂടെ ക്രിസ്തു ഇല്ല എന്ന് നീ അറിയണം. നിൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള സത്യം നീ എപ്പോഴും അറിഞ്ഞിരിക്കണം. നിനക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്, നീ ഒറ്റയ്ക്കല്ല എന്നെപ്പോഴും ഓർത്തിരിക്കണം. പലപ്പോഴും നമുക്കുള്ള വിഷയം നമ്മൾ മാത്രമാണ് ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്, നമ്മൾ മാത്രമാണ് ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, നമുക്ക് മാത്രമേ ഈ പ്രയാസം ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല. വേറെ ചിലതൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അത് തന്നെ മറ്റൊരാൾക്കുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഞാനിങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ള ഒരമ്മച്ചി എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ വെച്ചാൽ എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്, ഒരു വിധത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്തവണ്ണം അസ്വസ്ഥമാണ്, വളരെ മാനസിക പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എന്നോട് ഈ അമ്മച്ചി പറഞ്ഞു. അപ്പം ഞാനൊരു 6 മാസമായി കാലിൻ്റെ മുട്ടിന് വേദനയും കഷ്ടപ്പാടുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അതൊന്നും സാരമില്ല, നമുക്ക് ദൈവം തരുന്ന ഓരോന്നും ഉണ്ട്, അതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അമ്മച്ചിക്ക് അറിയാമോ, ഞാൻ 5-6 മാസമായിട്ട് പള്ളിയിൽ പോലും വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്, വളരെ പ്രയാസത്തിലാണ് പോകുന്നത്, എൻ്റെ കാലിന് നല്ല വേദനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ആ അമ്മച്ചിയുടെ മുഖം സന്തോഷമായി. അങ്ങനെയാണോ? സന്തോഷം കണ്ടോ, ആ അമ്മച്ചിക്ക് സന്തോഷമായി. ഇങ്ങനെ ചില ആളുകളുണ്ട്, അവരുടെ ദുഃഖം അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊറ്റയ്ക്കല്ല, കർത്താവും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴോ നമുക്കെന്തൊരു സന്തോഷമായിരിക്കണം. ഞാൻ രണ്ടാമത്തെ കാര്യത്തിൽ നിന്ന് വേഗം പോകട്ടെ. 1, വിശുദ്ധീകരിക്കപ്പെട്ടാൽ, യേശുവിൻ്റെ രക്തത്താൽ നീ വേർതിരിക്കപ്പെട്ടാൽ, 1 നീ പൂർത്തീകരിക്കപ്പെടും, നിനക്ക് സന്തോഷമാവും, തികഞ്ഞ ആനന്ദം നിനക്ക് അനുഭവിക്കാൻ കഴിയും. 2 നീ കർത്താവിൻ്റെ സഹോദരനായി പരിഗണിക്കപ്പെടും. 3-മതായി കാണുന്നത്, വളരെ സന്തോഷത്തോടെ കാണപ്പെടുന്നത്, എല്ലാവരോടും സമാധാനം ആചരിക്കാൻ നമുക്ക് സാധിക്കും. എവിടെ ചെന്നാലും സമാധാനത്തോടുകൂടി എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ, സമാധാനമായിട്ട് പെരുമാറാൻ, എല്ലാവരോടും സമാധാനം ആചരിക്കാൻ നമുക്ക് സാധിക്കും. വിശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാക്കെല്ലാം സമാധാനത്തിൻ്റെ വാക്കുകളാണ്. ആവലാതിയുടെ വാക്ക് നമ്മളിൽ നിന്ന് മാറപ്പെട്ടു. വചനം ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം ദൈവമക്കൾ വായിക്കണം. അവിടെ കാണുന്നത്, നാം കർത്താവിനെ സന്തോഷത്തോടെ കാണുകയാണ്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ
ആരും കർത്താവിനെ കാണുകയും ഇല്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം, സമാധാനത്തോടെ കർത്താവിനെ അഭിമുഖമായി കാണാൻ കഴിയും. മൂന്നാമത്തെ ചിന്ത, യേശുവിനെ നേരെ കാണാൻ കഴിയുക. അവൻ്റെ മുഖം കാണാൻ നമുക്ക് സാധിക്കും. സമാധാനം ആചരിക്കുക, വിശുദ്ധീകരണം ആചരിക്കുക. എബ്രായ ലേഖനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഇടയായിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. അപ്പോൾ കർത്താവിനെ കാണുക, അവൻ്റെ മുഖം നോക്കുക, അവനോട് കൂടെ സംസാരിക്കുക, അതിന് ശുദ്ധീകരണം ആവശ്യമാണ്. അതിനാണ് വിശുദ്ധി ആവശ്യം. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തെ നേരെ കാണാൻ കഴിയും. ഇതിൽ കൂടുതൽ എന്താ പ്രിയപ്പെട്ടവരെ ഒരു അനുഗ്രഹം വേണ്ടത്? ഇതിൽ കൂടുതൽ എന്താ പ്രിയപ്പെട്ടവരെ ഒരു സമാധാനം വേണ്ടത്? ഇതിൽ കൂടുതൽ എന്താ പ്രിയപ്പെട്ടവരെ ഒരു ആശ്വാസം വേണ്ടത്? വി ക്യാൻ സീ വിത്ത് അവർ നേക്കഡ് ഐസ്. നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിനെ നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. നമുക്കവനോട് സംസാരിപ്പാൻ കഴിയും. നമുക്കവനോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയും. നമുക്ക് അവനോട് സ്വസ്ഥത ആചരിക്കാൻ കഴിയുക, അവനുമായി ഇടപെടാൻ കഴിയുക. ഇതിൽ കവിഞ്ഞൊരു ലോകത്തിൽ എന്താണ് പ്രിയപ്പെട്ടവർ? കർത്താവിനോട് കൂടെ നടക്കുക. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവൻ എടുക്കപ്പെടുകയാണ്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ, ദൈവിക സന്തോഷമുള്ളപ്പോൾ, അതിൽ കവിഞ്ഞ് ഈ ലോകത്തിൽ ഒന്നും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ മുഖമായി കാണും. സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. വിശുദ്ധിയെ കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല. നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധീകരിക്കപ്പെടാൻ ഒത്തിരി ചെലവുകളൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ രക്തത്തിൽ നമ്മുടെ കറകൾ കഴുകിക്കളഞ്ഞാൽ, നമ്മളുടെ മ്ലേച്ഛതകൾ മാറ്റിക്കളഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രാർത്ഥന വിശുദ്ധിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ ദൈവം കേൾക്കും. അതല്ല എങ്കിൽ നമ്മളുടെ പ്രാർത്ഥനാ സമയത്ത് ദൈവം ചെവി പൊത്തുകയും കണ്ണടക്കുകയും മുഖം തിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിലും നിങ്ങളുടെ സുഖഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ലെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിത വിശുദ്ധിയിൽ നിന്ന് വേണം പ്രാർത്ഥിക്കുവാൻ. ചെളിയിൽ നിന്ന് പ്രാർത്ഥിക്കരുത്, അശുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. കഴുകൽ പ്രാപിച്ച ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകൽ പ്രാപിക്കും എന്ന് ദൈവമക്കളെ അറിയേണ്ടതാണ്. അപ്പം 3 കാര്യമാണ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവമക്കളെ പഠിപ്പിച്ചത്. 1, വിശുദ്ധീകരണം പ്രാപിക്കുന്ന ഓരോ ദൈവമക്കൾക്കും സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടുകൂടി ഒരു സമ്പൂർണത, ഒരു പെർഫെക്റ്റ്നെസ്, ചെല്ലുന്നിടത്ത്, ആകുന്നിടത്ത്, സംസാരിക്കുന്നിടത്ത്, ബന്ധപ്പെടുന്നിടത്ത് എല്ലാം സമദൃഷ്ടിയോടെ, പക്വതയോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, തികഞ്ഞ ഉത്സാഹത്തോടെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല, നമ്മൾ തികഞ്ഞിരിക്കുകയാണ്. വി ഷുഡ് ബി പെർഫെക്റ്റ്നെസ്, ഒരു തികവ് നമുക്ക് കിട്ടി. രണ്ടാമതായി നമ്മൾ പഠിച്ചു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വി ആർ called as brothers of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായിരിക്കുന്ന പദവിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ കവിഞ്ഞ് എന്താണ് പ്രിയപ്പെട്ടവർ ഒരു ഭാഗ്യം വേണ്ടത്? എൻ്റെ കർത്താവിൻ്റെ സഹോദരനാണ് ഞാൻ, എൻ്റെ ദൈവത്തിൻ്റെ സഹോദരനാണ് ഞാൻ. അത് കർത്താവ് നമ്മെക്കുറിച്ച് പറഞ്ഞു, ഇവർ വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ഇവരെ സഹോദരന്മാരായി എണ്ണുന്നു എന്നല്ലേ വാക്യം പറഞ്ഞത്. ഞാൻ 3-ാമത്തെ ഭാഗത്തേക്ക് പറയുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് കർത്താവിനെ നേരെ അഭിമുഖമായി കാണാനായിട്ട് കഴിയും. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. വിശുദ്ധീകരിക്കപ്പെട്ടാൽ ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റും, അവനോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റും. ഈ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിൻ്റെ രുചി ഒന്ന് വേറെയാണ്. നമുക്കറിയാം, വെറും മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ ഭാവങ്ങൾ മാറുന്നു, കൈയെടുക്കുന്നു, കാലെടുത്ത് സംസാരിക്കുന്നു, ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നു. അത് കാണാതെ സംസാരിക്കുമ്പോൾ പോലും ആ ഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ട് സംസാരിച്ചാൽ എത്ര സന്തോഷമായിരിക്കും. ഇപ്പം തന്നെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മുഖം സന്തോഷിക്കുന്നു, പ്രസന്നമാകുന്നു, തേജസ്സിലായിരിക്കുന്നു. അപ്പോൾ നേരിട്ട് കർത്താവിനെ മുഖാമുഖമായി കണ്ട് സംസാരിച്ചാൽ എന്താനന്ദമായിരിക്കും. വിശുദ്ധിയെ കൂടാതെ, വിശുദ്ധീകരിക്കപ്പെടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല. പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധീകരണത്തിൻ്റെ നല്ല ഫലങ്ങളാണ് ഞങ്ങൾ ഈ സമയത്ത് കേട്ടത്. ആത്മാർത്ഥമായൊരു വിശുദ്ധീകരണം, ആത്മാർത്ഥമായൊരു ശുദ്ധീകരണം, ഒരു വേർപാട് നീ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തരണം കർത്താവെ. ഒത്തിരി അശുദ്ധ വികാരങ്ങൾ, പാപങ്ങൾ, മ്ലേച്ഛതകൾ ഒക്കെ ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം, രക്തത്താൽ വീണ്ടെടുക്കണം, ശുദ്ധീകരണം തരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.